ഡൽഹിയിൽ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ദീപാവലിക്ക് ശേഷം ഏറ്റവും മോശമായ വായുനിലയാണ് ഈ വർഷത്തേത്. രാജ്യ തലസ്ഥാനത്തെ വായുവിന്റെ ഗുണനിലവാര സൂചിക അപകടകരമായ രീതിയിൽ താഴ്ന്നതിനെ തുടർന്ന് ആദ്യത്തെ ക്ലൗഡ് സീഡിംഗ് അഥവാ കൃത്രിമ മഴ പരീക്ഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ദീപാവലിക്ക് മുൻപുള്ള ശരാശരിയേക്കാൾ PM 2.5 കണികകളുടെ അളവ് 212% വർദ്ധിച്ച് ക്യൂബിക് മീറ്ററിന് 488 മൈക്രോഗ്രാം എന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കൃത്രിമ മഴ പെയ്യിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിലെ വിഷകണികകളെ കഴുകിക്കളയുകയാണ് ലക്ഷ്യം വെക്കുന്നത്. വടക്കൻ ഡൽഹിയിലെ ബുറാക്കിക്ക് മുകളിലാണ് ക്ലൗഡ് സീഡിംഗ് വിജയകരമായി പരീക്ഷിച്ചത്. മേഘങ്ങളിലേക്ക് സിൽവർ അയോഡൈസ് കണികകൾ വർഷിച്ച് ഇത് ജലത്തുള്ളികളായി രൂപം കൊള്ളാനും മഴ പെയ്യാനും സഹായിക്കും. ഇതിലൂടെ മേഖലകളിലെ മലിനീകരണം 20% മുതൽ 30% വരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ ക്ലൗഡ് സീഡിങ്ങിന് അനുയോജ്യമായ മേഘങ്ങൾ ആകാശത്തുണ്ടാകണം. ഇതില്ലാത്ത മേഖലകളിൽ മഴ സൃഷ്ടിക്കാൻ കഴിയാത്തത് ഒരു വെല്ലുവിളിയാണ്. ക്ലൗഡ് സീഡിംഗ് താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നും ശാശ്വത പരിഹാരം ദീർഘകാലത്തേക്കുള്ള കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു.